പശ്ചിമേഷ്യയിൽ നീണ്ടുനിൽക്കുന്ന കടുത്ത US-ഇറാൻ സൈനിക ഏറ്റുമുട്ടലിൽ അമേരിക്കയ്ക്കെതിരെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിലൊന്ന് തങ്ങൾ കൈവരിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നു. ജോർദാനിൽ സ്ഥിതി ചെയ്യുന്നതും തന്ത്രപ്രധാനവുമായ മുഫഖഫ് സാൽത്തി വ്യോമസേന താവളത്തിന് നേരെ ഇറാൻ നടത്തിയ കൃത്യതയാർന്ന മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടെന്നാണ് ഇറാന്റെ പ്രധാന വാദം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കൻ പ്രതിരോധ നിരയുടെ നട്ടെല്ലായ താഡ് മിസൈൽ സംവിധാനത്തിന്റെ റഡാറിന് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചു. ഇതിനു പുറമെ ശത്രു മിസൈലുകളെ ചെറുക്കാൻ ശേഷിയുള്ള പ്രശസ്തമായ പേട്രിയറ്റ് മിസൈൽ ബാറ്ററി, സി-റാം റഡാർ സംവിധാനം എന്നിവയും ഇറാന്റെ മിസൈൽ പ്രകടനത്തിൽ തകർന്നു തരിപ്പണമായതായി ഇറാൻ സൈനിക നേതൃത്വം അവകാശപ്പെടുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെ ഈ വ്യോമതാവളത്തിലെ ഇന്ധന സംഭരണശാലകൾ, ഹെലികോപ്റ്റർ ഉപകരണ ഡിപ്പോ, ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രമുഖ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കും ആക്രമണത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു. വൻതോതിലുള്ള സ്ഫോടനങ്ങളും തീപിടുത്തവുമാണ് താവളത്തിനുള്ളിൽ നിന്ന് ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഈ വാദങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ നിലവിലെ US-ഇറാൻ സംഘർഷത്തിനിടയിൽ അമേരിക്കയുടെ അതിസങ്കീർണമായ താഡ് പ്രതിരോധ സംവിധാനത്തിന് നേരെ ഉണ്ടാകുന്ന ആദ്യത്തെ വിജയ ആക്രമണമായി ഇത് ചരിത്രത്തിൽ മാറും. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയതും അത്യാധുനികവുമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം തകർക്കപ്പെടുന്നത് അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ഭീമമായ സാമ്പത്തിക സൈനിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ 332ാമത് എയർ എക്സ്പെഡിഷണറി വിങ്ങിന്റെ കേന്ദ്രമായ മുഖഫ് സാൽത്തി വ്യോമതാവളം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ പ്രധാന നാഡീകേന്ദ്രങ്ങളിലൊന്നാണ്. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും നിരവധി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും സ്ഥിരമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഈ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണം വാഷിംഗ്ടണിനെ വലിയ ഞെട്ടലിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ അഭിമാനമായി കരുതപ്പെടുന്ന താഡ് സംവിധാനത്തെ പോലും മറികടക്കാൻ ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്ക് കഴിഞ്ഞു എന്നത് അന്താരാഷ്ട്ര സൈനിക വിദഗ്ധരെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് നിലവിലുള്ള ഏത് വ്യോമ പ്രതിരോധ നിരയെയും ഭേദിക്കാൻ തങ്ങളുടെ ഹൈപ്പർസോണിക് പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾക്ക് സാധിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനങ്ങൾക്ക് അടിവരയിടുന്ന സംഭവ വികാസമാണിത്. ജോർദാനിലെ US താവളം ആക്രമിക്കപ്പെട്ടത് മേഖലയിലെ യുദ്ധസമവാക്യങ്ങളെ അടിമുടി മാറ്റി എഴുതാൻ സാധ്യതയുണ്ട്. അയൽ രാജ്യങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ഇറാൻ മടിക്കുന്നില്ല എന്നത് ഗൾഫ് രാജ്യങ്ങൾക്കും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. സഖ്യരാഷ്ട്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്കൻ സംവിധാനങ്ങൾ നേരിടുന്ന പരിമിതിയും ഇതിലൂടെ വ്യക്തമാകുന്നു. ഇറാന്റെ ഈ കടുത്ത പ്രഹരം അമേരിക്കൻ ഭരണകൂടത്തിനും പെന്റഗണിനും വലിയ നയതന്ത്ര സൈനിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം സൈനിക താവളങ്ങളും അത്യാധുനിക ആയുധങ്ങളും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന വിമർശനം US കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ഇറാനെതിരെ കൂടുതൽ കടുത്ത സൈനിക നടപടികൾക്ക് മുതിരാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചേക്കാം. മേഖലയിലെ പ്രാദേശിക സുരക്ഷ തകർന്നടിയുന്നതിനൊപ്പം ആഗോള സാമ്പത്തിക രംഗത്തും ഈ സംഭവ വികാസങ്ങൾ പ്രതിഫലിക്കാം. തന്ത്രപ്രധാന വ്യോമ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് വ്യോമഗതാഗതത്തെയും എണ്ണ വിതരണ ശൃംഖലകളെയും ബാധിക്കും. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചുവരുന്ന ഈ അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ വഴിവെക്കുമെന്ന ആശങ്ക സജീവമാണ്. തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ഇത്രയും ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയോടെ ആക്രമണം നടത്തിയത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വർഷങ്ങൾ നീണ്ട സാമ്പത്തിക സൈനിക ഉപരോധങ്ങളെ അതിജീവിച്ച് ഇറാൻ നേടിയെടുത്ത ആയുധശേഷിയുടെ തെളിവായാണ് ടെഹ്റാൻ ഈ വിജയത്തെ കാണുന്നത്. വാഷിംഗ്ടൺ ഈ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും സംഭവത്തിന്റെ തീവ്രത അമേരിക്കൻ സൈനിക വൃത്തങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. തകർക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് പകരം പുതിയവ വിന്യസിക്കുക എന്നത് പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല. ഇത് മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ സുരക്ഷയെ കൂടുതൽ അപകടത്തിലാക്കുന്നു. ഇറാൻ അനുകൂല ഗ്രൂപ്പുകളും സഖ്യശക്തികളും ഈ ആക്രമണത്തെ വൻ വിജയമായാണ് ആഘോഷിക്കുന്നത്. അമേരിക്കയുടെ സൈനിക മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം ഇത് ഇറാന് നൽകുന്നു. ഇത് മേഖലയിലുടനീളമുള്ള അമേരിക്കൻ വിരുദ്ധ നീക്കങ്ങൾക്ക് കൂടുതൽ വേഗത കൂട്ടും. ഇസ്രയേലിനും മറ്റ് US സഖ്യകക്ഷികൾക്കും ഈ വികസനം വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. താഡ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന അവസ്ഥ വരുന്നത് ഇസ്രയേലിന്റെ സ്വന്തം വ്യോമ പ്രതിരോധ നിരയായ ആരോ, അയൺ ഡോം എന്നിവയുടെ കാര്യത്തിലും ആശങ്ക ഉയർത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധാന്തരീക്ഷം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയും അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തുടർച്ചയായ ഇത്തരം ആക്രമണങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ വലിയൊരു ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന ഭയം ശക്തമാണ്. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിനും താഡ് പ്രതിരോധ സംവിധാനത്തിനും നേരെ ഇറാൻ നടത്തിയ ആക്രമണം US-ഇറാൻ സംഘർഷത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ്. സൈനികമായും നയതന്ത്രപരമായും വാഷിംഗ്ടണിന് കനത്ത തിരിച്ചടിയാണ് ഈ സംഭവം. പശ്ചിമേഷ്യയുടെ ഭാവി രാഷ്ട്രീയത്തെയും സുരക്ഷയെയും എങ്ങോട്ട് നയിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.